അമ്മയുടെ ഉപദേശം എന്ത് ചെയ്യരുത് മക്കളെ? എന്ത് ചെയ്യണം? നിങ്ങൾ അമ്മയപ്പന്മാരുടെ ഉപദേശം എന്ത് ചെയ്യരുത്? നിരസിക്കരുത്, ഉപേക്ഷിക്കരുത്. അപ്പൊ ഒന്ന്, അമ്മയുടെ ഉപദേശം കളഞ്ഞാൽ തോട്ടരികത്ത് വെച്ച് എന്ത് ചെയ്യും? കാക്ക നിങ്ങളെ കണ്ണ് എന്ന് പറഞ്ഞ് ഈ അമ്മയുടെ ഉപദേശം കേൾക്കാതെ തോട്ടിന്റെ കരയിൽ നിന്ന് കഴിഞ്ഞാൽ കാക്ക പറന്നു വന്ന് ഓടി വന്ന് കൊത്തുവെന്നല്ല എന്റെ പറഞ്ഞിരിക്കുന്ന എന്റെ മറുവശം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കാഴ്ച, അല്ലെ, നിങ്ങളുടെ കണ്ണ്, അമ്മയുടെ ഉപദേശം, അമ്മ എപ്പോഴും തന്ന ഉപദേശം എന്താണ്? നേരായ വഴിയിലൂടെ പോവുക. അതിന് മറുഭാഗത്തൂടെ പോയ പിശാച് നിന്നെ ആകർഷിച്ചു കൊണ്ടുപോകും. അവസാനം നീയല്ലാതെ ആയി തീരാനും ചാൻസ് ഉണ്ട്. അവിടെ തീരും. അപ്പോൾ ഈ വർത്തമാന കാലത്തില് നമ്മൾ എത്രത്തോളം വിശുദ്ധിയോടെ വേർപാടോടെ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അടുത്തത് സഹോദരൻ, അടുത്തത് നമ്മുടെ ഭാവികാല രക്ഷയാണ്. ഞാൻ വേഗത്തിലാണ് ഇതെല്ലാം പോകുന്നത്. ഭാവികാല രക്ഷയാണ്. സ്തോത്രം. അടുത്ത രക്ഷ എന്ന് പറയുന്നത് ദൈവികമായ രക്ഷണീയ പ്രവൃത്തിയുടെ ലാസ്റ്റ് സ്റ്റേജാണ്. ഒന്ന് കൃപയാൽ, എപ്പോഴാ? ഭൂതകാലം. രണ്ട് വർത്തമാനകാലം. ഇത് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ. അതെങ്ങനെ നമ്മൾ അനുഷ്ഠിക്കുക? നമ്മൾ നേരത്തെ വായിച്ചു 1:4 വാക്യത്തിൽ വായിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർത്തമാന കാലത്തില് വിശുദ്ധരായിരിക്കണം. നമുക്ക് വിശുദ്ധരാകാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ വിശുദ്ധരാണോ? അല്ലേ? ആണോ? സ്വത്രം. അത് നമുക്ക് എന്താ ഉറപ്പ്? 1 പത്രോസ് 2:9 വായിച്ചോളൂ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം വായിച്ചു. അപ്പൊ നോക്കണം, നമുക്ക് കരുണ ലഭിച്ചു. ഇപ്പൊ നിങ്ങൾ ആരാ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും. നിങ്ങൾ ആരാണ്? വിശുദ്ധരാണ്, രാജകീയ പുരോഹിത വർഗം. അപ്പൊ നിങ്ങളിപ്പോ ആരാ? നിങ്ങൾ പുരോഹിതരുമാ, നിങ്ങള് വിശുദ്ധരുമാ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്നു അത്ഭുത പ്രകാശം, സ്വർഗത്തിലെ വെളിച്ചം, ഞാൻ ലോകത്തിലെ വെളിച്ചമാകുന്നു പറഞ്ഞു അത്ഭുത പ്രകാശത്തേക്ക് വിളിച്ചവൻ അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, നല്ല പ്രവൃത്തിയെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട